നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ചരിത്രം തിരുത്തി എഴുതുന്ന ദിവസങ്ങളാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു സാധാരണ മിസൈൽ ആക്രമണമല്ല, ഇത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശക്തിപ്രകടനം മാത്രവുമല്ല. ലോകത്തിന്റെ ഊർജ്ജ വിപണിയും ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ സമ്പദ് വ്യവസ്ഥകളും ഒരേ സമയം സമ്മർദ്ദത്തിലാകുന്ന ഒരു വലിയ ഭൗമരാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം എണ്ണ ഗതാഗത പാതകളുടെ സുരക്ഷ ഉറപ്പാക്കുകയും സ്വന്തം സഖ്യകക്ഷികളായ ഇസ്രയേൽ, സൗദി അറേബ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളെ സംരക്ഷിക്കുകയുമാണ്. പക്ഷേ ഇറാന്റെ കാഴ്ചപ്പാട് മറ്റൊന്നാണ്. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതും സ്വന്തം അതിർത്തികൾക്ക് സമീപം സൈനിക താവളങ്ങൾ ശക്തമാക്കുന്നതും ഇറാൻ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയായാണ് കാണുന്നത്. ഇവിടെ നിന്നാണ് ഈ ഏറ്റുമുട്ടലിന്റെ യഥാർത്ഥ തുടക്കം. ഇപ്പോൾ സംഭവിക്കുന്നത് വെറും അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമല്ല, ഇത് സ്വാധീന മേഖലകളുടെ യുദ്ധം, വാർ ഓഫ് ഇൻഫ്ലുവൻസ് ആണ്. തുടർച്ചയായ 9ാം ദിവസവും ഇറാനിൽ ആക്രമണം തുടർന്ന US ഖുസേസ്ഥാൻ പ്രവിശ്യയിൽ നിർമ്മാണത്തിലുള്ള ഡർഖോവിൻ ആണവ നിലയത്തിലും ബോംബിട്ടു. ജൂണിൽ ഒപ്പുവെച്ച താൽക്കാലിക സമാധാന കരാർ ലംഘിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം നിയന്ത്രിക്കാനും നികുതി പിരിക്കാനും ഇറാൻ ശ്രമിച്ചതാണ് USനെ ചൊടിപ്പിച്ചത്. സിറിക്ക, ജാസ്ക, തബ്രീസ്, ചബഹാർ എന്നീ നഗരങ്ങളിലെ ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണശാലകളും തീരദേശ നിരീക്ഷണ കേന്ദ്രങ്ങളുമാണ് US പ്രധാനമായും ലക്ഷ്യമിട്ടുന്നത്. തിരിച്ചടിയായി പശ്ചിമേഷ്യയിലെ US താവളങ്ങളായ ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഇറാനും ലക്ഷ്യമിട്ടു. ജോർദാനിലെ US സൈനിക താവളത്തിനു നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. ഇറാഖ് കുർദിസ്ഥാനിൽ ഇറാന്റെ ഡ്രോൺ നിർവീര്യമാക്കുന്നതിനിടെ മറ്റൊരു സൈനികനും കൊല്ലപ്പെട്ടു. ഇതോടെ യുദ്ധം ആരംഭിച്ച ശേഷം കൊല്ലപ്പെട്ട US സൈനികരുടെ എണ്ണം 16 ആയി. 400-ലേറെ സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. ജോർദാനിലെ അഖബ നഗരത്തിലും ഇറാന്റെ മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ബഹ്റൈനിലും മിസൈൽ ഭീഷണിയെ തുടർന്ന് അപായ സൈറണുകൾ മുഴങ്ങി. കുവൈറ്റിൽ മിസൈൽ സ്ഫോടനത്തിൽ ജലശുദ്ധീകരണ പ്ലാന്റിൽ തീപടർന്നു. ജോർദാനിലെ അഖബ നഗരത്തിലും മിസൈലുകൾ പതിച്ചു. അഖബയിലുള്ള അമേരിക്കൻ പൗരർ വിമാനത്താവളവും തുറമുഖ പ്രദേശവും ഒഴിവാക്കണമെന്ന് US എംബസി മുന്നറിയിപ്പ് നൽകി. US ആക്രമിച്ച ഇറാനിലെ ഡർഗോവിൻ ആണവ നിലയം നിർമ്മാണഘട്ടത്തിലായതിനാൽ ആണവ ചോർച്ചയ്ക്ക് സാധ്യത കുറവാണെന്ന് രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ആക്രമണം തുടരുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഒരാഴ്ച പിന്നിട്ട US ആക്രമണങ്ങളിൽ ഇറാനിൽ 50 പേർ കൊല്ലപ്പെട്ടതായും 517 പേർക്ക് പരിക്കേറ്റതായും അധികൃതർ അറിയിച്ചു. അമേരിക്കയുടെ ഏറ്റവും വലിയ കരുത്ത് വ്യോമശക്തിയാണ്. എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പ്സ്, ദീർഘദൂര ബോംബർ വിമാനങ്ങൾ, സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, കൃത്യതയാർന്ന ക്രൂയിസ് മിസൈലുകൾ ഇവയെല്ലാം ഉപയോഗിച്ച് ഇറാന്റെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. എന്നാൽ ഇറാനെ പരാജയപ്പെടുത്തുക എന്നത് ഇറാഖിനെയോ അഫ്ഗാനിസ്ഥാനെയോ പോലെ എളുപ്പമല്ല. കാരണം ഇറാൻ വർഷങ്ങളായി ഒരു അസിമെട്രിക് വാർഫെയർ ഡോക്ട്രിനാണ് പിന്തുടരുന്നത്. അതായത് അമേരിക്കയ്ക്ക് വിമാനങ്ങളുണ്ട്, ഇറാന് മിസൈലുകളുണ്ട്. അമേരിക്കയ്ക്ക് കരിയർ ബാറ്റിൽ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇറാന് ഡ്രോണുകളും അതിവേഗ ബോട്ടുകളും ഭൂഗർഭ മിസൈൽ ശൃംഖലയുമുണ്ട്. അമേരിക്കയ്ക്ക് ആകാശത്ത് മേൽക്കൈ ഉണ്ടാകാം, പക്ഷേ ഭൂമിയിൽ ഇറാനെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ വലിയ വില നൽകേണ്ടി വരും. കഴിഞ്ഞ 20 വർഷമായി ഇറാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ ഭൂഗർഭ മിസൈൽ ടണലുകളും ആയുധ സംഭരണ കേന്ദ്രങ്ങളും കമാൻഡ് ബങ്കറുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഒരു വ്യോമാക്രമണത്തിൽ മുഴുവൻ സൈനിക ശേഷിയും തകർക്കാൻ കഴിയാത്ത തരത്തിലാണ് ഈ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ അമേരിക്കൻ ആക്രമണത്തിനും ശേഷം ഇറാൻ വീണ്ടും മിസൈൽ വിക്ഷേപിക്കാൻ കഴിയുന്നത്. അമേരിക്കൻ സൈനിക താവളങ്ങളായ കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഇറാഖ്, സിറിയ എല്ലാം ഇറാന്റെ മിസൈൽ പരിധിക്കുള്ളിലാണ്. ഇതാണ് പെന്റഗണിന്റെ ഏറ്റവും വലിയ ആശങ്കയും. ഒരേ സമയം 100 കണക്കിന് ഡ്രോണുകളും മിസൈലുകളും വിവിധ ദിശകളിൽ നിന്ന് എത്തിയാൽ എല്ലാ ആക്രമണവും തടയുക വളരെ പ്രയാസകരമാണ്. ഇതിനെയാണ് സൈനിക വിദഗ്ധർ സാച്ചുറേഷൻ അറ്റാക്ക് എന്ന് വിളിക്കുന്നത്. പ്രതിരോധ സംവിധാനത്തിന്റെ ശേഷിയെ മറികടക്കാൻ ഒരേ സമയം വലിയ തോതിൽ ആക്രമണം നടത്തുക. ഇറാൻ ഈ തന്ത്രത്തിൽ വർഷങ്ങളായി പരിശീലനം നടത്തിയ രാജ്യമാണ്. ഒരിക്കലും മറക്കാനാകാത്ത പാഠം ഇറാൻ അമേരിക്കയെ പഠിപ്പിക്കുമെന്ന് പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി USന് മുന്നറിയിപ്പ് നൽകി. ദേശീയ ടെലിവിഷൻ വഴി പുറത്തുവിട്ട സന്ദേശത്തിലാണ് മുന്നറിയിപ്പ്. US ആക്രമണം തുടർന്നാൽ അവർക്ക് നേരെ ഇറാൻ പൂർണ്ണതോതിലുള്ള സൈനിക നടപടി പുനരാരംഭിക്കും എന്ന് ഖമനേയിയുടെ സൈനിക ഉപദേഷ്ടാവ് മോഹ്സെൻ റസായി പറഞ്ഞു. ഇതിനിടെ അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെ ഇറാൻ തടഞ്ഞു.
കഴിഞ്ഞ ഞായറാഴ്ച മുതൽക്കുള്ള US ആക്രമണങ്ങളിൽ ഇറാനിൽ 50 പേരാണ് കൊല്ലപ്പെട്ടത്. 500-ലേറെ പേർക്ക് പരിക്കേറ്റു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇറാനും ജൂൺ 17 ഒപ്പിട്ട ഇസ്ലാമാബാദ് ധാരണാപത്രത്തിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ തനിക്ക് ഒന്നുമില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇടക്കാല കരാർ പാലിക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതകളെല്ലാം മരവിപ്പിക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് പ്രതികരണം. അമേരിക്കയുടെ മുൻഗണന ഇറാനെ ആണവായുധം നേടുന്നതിൽ നിന്ന് തടയുക മാത്രമാണെന്നും അത് ലക്ഷ്യമിട്ടാണ് യുദ്ധം തുടങ്ങിയതെന്നും ട്രംപ് പറഞ്ഞു. ഈ യുദ്ധം എവിടെ അവസാനിക്കും? അതിന് ഉത്തരം കണ്ടെത്തണമെങ്കിൽ റഷ്യ, ചൈന, ഇസ്രയേൽ, ഗൾഫ് രാജ്യങ്ങൾ എന്നിവരുടെ നിലപാട് മനസ്സിലാക്കണം. റഷ്യ എന്തുകൊണ്ട് സൂക്ഷിച്ചാണ് നീങ്ങുന്നത്? റഷ്യയും ഇറാനും വർഷങ്ങളായി തന്ത്രപരമായ പങ്കാളികളാണ്. സിറിയയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നു. പ്രതിരോധ, ഊർജ, വ്യാപാര മേഖലകളിലും ബന്ധമുണ്ട്. എന്നാൽ റഷ്യ ഇന്ന് മറ്റൊരു വലിയ യുദ്ധഭൂമിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അതിനാൽ അമേരിക്കയ്ക്കെതിരെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് കടക്കാൻ റഷ്യ തയ്യാറാകുമെന്നതിന് ഇപ്പോൾ വ്യക്തമായ തെളിവുകളില്ല. റഷ്യയുടെ പ്രധാന ലക്ഷ്യം ഇപ്പോൾ നയതന്ത്ര പിന്തുണയും രാഷ്ട്രീയ സമ്മർദ്ദവുമാണ്. ചൈനയ്ക്കാണെങ്കിൽ ഈ യുദ്ധം സുരക്ഷാ പ്രശ്നം മാത്രമല്ല, സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരിൽ ഒന്നാണ്. ഗൾഫിൽ നിന്ന് വരുന്ന ഊർജ്ജ വിതരണത്തിന് തടസ്സമുണ്ടായാൽ അതിന്റെ ആഘാതം ചൈനീസ് സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കും. അതുകൊണ്ട് ചൈനയുടെ മുൻഗണന യുദ്ധം വ്യാപിക്കാതിരിക്കുക എന്നതാണ്. അമേരിക്കയുടെ സ്വാധീനം വർദ്ധിക്കരുതെന്നും അതേസമയം ഗൾഫ് മേഖലയിലെ വ്യാപാര പാതകൾ തകരരുതെന്നും ചൈന ആഗ്രഹിക്കുന്നു. ഇത് ഒരു വിദേശ യുദ്ധമല്ല, ദേശീയ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇറാന്റെ മിസൈൽ ശേഷിയും പ്രാദേശിക സായുധ കൂട്ടായ്മകളുമായുള്ള ബന്ധവും വർഷങ്ങളായി ഇസ്രയേലിന്റെ പ്രധാന സുരക്ഷാ ആശങ്കകളിൽ ഒന്നാണ്. അതുകൊണ്ട് ഇറാന്റെ സൈനിക ശേഷി ദുർബലമാകുന്നത് ഇസ്രയേൽ തന്ത്രപരമായ നേട്ടമായി കാണും. സൈനിക വിശകലന വിദഗ്ധർ പൊതുവെ 3 സാധ്യതകളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്നാമത്തെ സാധ്യത നിയന്ത്രിത യുദ്ധം. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന സാഹചര്യം. അമേരിക്ക ഇടയ്ക്കിടെ വ്യോമാക്രമണങ്ങൾ തുടരും. ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് തിരിച്ചടിക്കും. പക്ഷേ 2 രാജ്യങ്ങളും നേരിട്ടുള്ള സമ്പൂർണ്ണ കരയുദ്ധത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കും. കാരണം അമേരിക്കയ്ക്കും അറിയാം ഇറാനെ കരയുദ്ധത്തിൽ നേരിടുന്നത് മാസങ്ങളോ വർഷങ്ങളോ നീളുന്ന വലിയ സൈനിക ചെലവിലേക്ക് നയിക്കുമെന്ന്. ഇറാനും അറിയാം അമേരിക്കയുടെ മുഴുവൻ സൈനിക ശക്തിയെ നേരിട്ട് വെല്ലുവിളിക്കുന്നത് സ്വന്തം അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ നാശം വരുത്തുമെന്ന്. അതുകൊണ്ട് അടിക്കും, തിരിച്ചടിക്കും, പക്ഷേ അതിര് കടക്കില്ല എന്ന രീതിയിലുള്ള സംഘർഷം കുറച്ചുകാലം തുടരാനാണ് സാധ്യത. വേറൊരു സാധ്യതയുള്ളത് ഗൾഫ് മേഖല മുഴുവൻ യുദ്ധഭൂമിയാക്കുക. ഇതാണ് ലോകം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിൽ വലിയ ഏറ്റുമുട്ടലുകൾ ഉണ്ടായാൽ, എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഉണ്ടായാൽ സംഘർഷം ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധമായി മാത്രം നിൽക്കില്ല. മറ്റ് രാജ്യങ്ങളും കൂടുതൽ സജീവമായി ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാകാം. അതാണ് ആഗോള സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാഹചര്യം. മൂന്നാമത്തെ സാധ്യത അപ്രതീക്ഷിത നയതന്ത്ര വഴിത്തിരിവ്. ചരിത്രം പലതവണ തെളിയിച്ച ഒരു സത്യമാണ്. വലിയ യുദ്ധങ്ങൾ പോലും പലപ്പോഴും ചർച്ചാമേശയിലാണ് അവസാനിക്കുന്നത്. സാമ്പത്തിക സമ്മർദ്ദം, എണ്ണവില, അന്താരാഷ്ട്ര സമ്മർദ്ദം, സിവിലിയൻ നാശനഷ്ടങ്ങൾ ഇവ വർദ്ധിക്കുമ്പോൾ ഇരുപക്ഷവും ഒരു ഘട്ടത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളിലൂടെ ചർച്ചയിലേക്ക് മടങ്ങാൻ സാധ്യതയുണ്ട്. അത് എപ്പോൾ സംഭവിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം. നമ്മളിൽ പലർക്കും തോന്നും ഇത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധമല്ലേ, ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? പക്ഷേ യാഥാർത്ഥ്യം വേറെയാണ്. ഇന്ത്യ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം ഗൾഫ് മേഖലയിൽ നിന്നാണ് എത്തുന്നത്. എണ്ണവില ഉയർന്നാൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ സമ്മർദ്ദമുണ്ടാകും. ചരക്ക് ഗതാഗത ചെലവ് വർദ്ധിക്കും. വിലക്കയറ്റത്തിന് സാധ്യത ഉയരും. വിമാന ടിക്കറ്റുകളെയും കടൽ ഗതാഗതത്തെയും ബാധിക്കാം. അതായത് ഈ യുദ്ധം ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും അതിന്റെ പ്രതിഫലനം നമ്മുടെ ദൈനംദിന ജീവിതത്തിലും എത്തിച്ചേരാം. മലയാളി വാർത്ത ഇൻസൈഡ്.